ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വൈജ രാജീവിനോട് വിളിച്ച് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ബാലചന്ദ്രൻ അലീനയും കൂട്ടിയിട്ടാണോ പോയെന്നാവോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക രാജീവ, അങ്ങനെ ബാലചന്ദ്രൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ തരത്തിലും തോറ്റില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയോട് രാജീവൻ പറയുന്നത്, നീ ഒന്ന് ക്ഷമിക്കുക വൈജയെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു റിസോർട്ടിൽ എത്തുന്നുണ്ട്. കൃഷ്ണമോൾ കാണുമ്പോൾ മനുവിനെ കാണുമ്പോൾ മനുച്ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് അലീന മനുവിനെ കാണുന്നത്. മനുവിൻ്റെ അടുത്തേക്ക് അലീന വരുന്നുണ്ട്. എന്നിട്ട് അലീന മനുവിനോട് പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഞാൻ അവിടുന്ന് വീടിന്ന് പുറത്തായ മനുച്ചേട്ടൻ എന്നെ കാണാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു, എപ്പോഴാണ് വരാമെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾ മനുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അലീനയും കൂട്ടിയിട്ട് റിസോർട്ട് മുഴുവൻ കറങ്ങി കാണാൻ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാളെയും സന്തോഷമായിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന റിസോർട്ട് മുഴുവൻ കറങ്ങി കാണാം. പിന്നെ കാണിക്കണം നമ്മുടെ മനു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കമലി രാജീവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബാലചന്ദ്രൻ്റെ വല്ല വിവരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ആ അങ്കിൾ ഒരു റിസോർട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് റിസോർട്ടിലാണെന്ന് ചോദിക്കുന്നുണ്ട് രാജീവ്. അപ്പോൾ മനു പറയുന്നത്, ഏത് റിസോർട്ടിലാണ് അറിഞ്ഞിട്ട് ഇപ്പോൾ അങ്കിൾക്ക് എന്താ, ബാലചന്ദ്രൻ അങ്കിൾ എന്തായാലും അവിടെ സുഖമായി ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അറിഞ്ഞിട്ട് എനിക്ക് കാര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് രാജീവ്. ആ സമയത്ത് രാജീവനോട് മനു പറയുന്നുണ്ട്, ആ അങ്കിൾ അങ്ങോട്ട് ചെന്നാൽ മതി, ഇനി പോലീസ് കേസും പിന്നെ ക്രിമിനൽ കേസും ഒക്കെ ആവും, അങ്കിൾ അകത്തേക്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവിനെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവൻ വൈജയെ വിളിച്ച് പറയുന്നുണ്ട്, ആ ബാലചന്ദ്രൻ ഒരു റിസോർട്ടിലുണ്ട് ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട് രാജീവനോട്, അവിടെ അലീനയുണ്ടോ, അലീനയും കൃഷ്ണമോളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യമുണ്ട്. എനിക്ക് അവൾ കൂടെ ഉണ്ട്, ബാലചന്ദ്രൻ്റെ കൂടെ ഉണ്ടെന്ന് കേൾക്കുന്ന സമയത്ത് സഹിക്കണില്ല, എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി അകത്തുനിന്ന് വൈജ എന്ന് വിളിക്കുന്നുണ്ട്. വൈജ മുത്തശ്ശി അടുത്തേക്ക് ചെന്നിട്ട്, എന്താ അമ്മ എന്തിനാ വിളിക്കണത്, ഇല്ലെങ്കിൽ മനുഷ്യൻ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത്, അതിൻ്റെ ഇടയിൽ അമ്മ വെറുതെ വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, എന്തെങ്കിലും ബാലചന്ദ്രൻ്റെ വിവരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അവളൊന്നും പറയാതെ ദേഷ്യപ്പെട്ടിട്ട് വൈജ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.